If you want the recipe in English, please click the subtitles option. Hello friends, Hi Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ക്രിസ്പി ചിക്കൻ ബർഗർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലോട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബർഗർ ബണ്ണിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലോട്ടുള്ള ക്രിസ്പി ചിക്കൻ ബർഗർ ഫില്ലിങ്ങും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൽ അളന്നിട്ടുള്ള 4.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. പക്ഷേ ഇത് മുഴുവനും എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു കണ്ടില്ല, ഇത്രയും ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം 1/4 കപ്പ് പഞ്ചസാര നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 2.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തത് 1/4 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1 കപ്പ് പ്ലസ് 4.5 ടീസ്പൂൺ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂട് കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 1 കോഴിമുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് എൻ്റെ സ്റ്റാൻഡ് മിക്സറിലോട്ട് ഈ ഒരു ഡോ ഹുക്ക് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. കൈ കൊണ്ടും നമുക്കിതിനെ കുഴച്ചെടുക്കാം. കൈ കൊണ്ടാണെങ്കിൽ ഏകദേശം 8 മിനിറ്റോളം ഇതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നെപ്പോലെ സ്റ്റാൻഡ് മിക്സറാണ് ഉള്ളതെങ്കിൽ ഏറ്റവും ലോ സ്പീഡിൽ 6 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എനിക്കിവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഡോ ആണ് കിട്ടിയിട്ടുള്ളത്. ചില സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന മൈദയുടെ ബ്രാൻഡ് അനുസരിച്ച് ചിലപ്പോൾ വെള്ളം കൂടിപ്പോയോന്നൊക്കെ തോന്നുവാണെങ്കിൽ തന്നെ കുറച്ച് മൈദ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നാൽ മാക്സിമം കൂടുതൽ മൈദ ചേർക്കാണ്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് ചേർക്കുകയാണെങ്കിൽ ബണ്ണിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോകും. 1/2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഈ ഒരു ഒലിവ് ഓയിൽ ഈ ബൗളിന് ചുറ്റും ഒന്ന് തേച്ച് പിടിപ്പിക്കുകയും ചെയ്യണം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. കവർ ചെയ്ത് നമ്മളിതിനെ ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം വാം ആയിട്ടുള്ളൊരു സ്ഥലത്ത് പൊന്താൻ വേണ്ടി വെക്കണം. ഞാൻ സാധാരണ ഇതിന് ഓഫ് ചെയ്ത ഓവൻ്റെ അകത്താണ് വെക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവൻ ഓഫായിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല വാം സ്ഥലമാണ്. അപ്പോൾ ഓവൻ്റെ അകത്ത് വെക്കുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ സൈസ് 2 ഇരട്ടിയായിട്ട് വരും. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സമയമെടുക്കും. നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ 1.5 മണിക്കൂറിൽ തന്നെ നന്നായിട്ട് പൊന്തിക്കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതിന് പൊന്താനായി മാറ്റിവെക്കാം. അങ്ങനെ ഏകദേശം 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബർഗർ ബണ്ണിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇന്ന് ഞാനിവിടെ 7 വലിയ ബർഗർ ബൺസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 7 ബോൾസായി ഡിവൈഡ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൈസുള്ള ബർഗറാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കി ഉരുട്ടിയെടുക്കാം. 10 എണ്ണം വരെയൊക്കെ ആക്കി ഉരുട്ടിയെടുത്താലും മതിയോ. ഓരോ ഉരുളകളും ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്ത് ബർഗർ ബണ്ണിൻ്റെ ഷേപ്പാക്കി ബേക്കിംഗ് ട്രേയിൽ ബേക്കിംഗ് പേപ്പറിൻ്റെ മുകളിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതിനെ കവർ ചെയ്ത് 1 മണിക്കൂറും കൂടി നമുക്കിതിനെ പൊന്താനായി മാറ്റിവെക്കണം. ഇത് റൈസ് ചെയ്ത് കിട്ടുന്ന സമയം കൊണ്ട് ബർഗറിലോട്ടുള്ള ക്രിസ്പി ചിക്കൻ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒന്ന് കനം കുറച്ച് മുറിക്കാൻ പോവാണ്. അതിനുശേഷം മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 5 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കണം. കട്ട തൈരാണെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുക്കണം. ഓരോരുത്തരുടെ എരിവനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 1 വലിയ ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാൻ പോവാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചെറിയ അല്ലി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണം എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി.
1/4 ടീസ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഡ്രൈഡ് ആയിട്ടുള്ള തൈം അല്ലെങ്കിൽ റോസ്മേരി, അതും അല്ലെങ്കിൽ പാർസ്ലി ഇല ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്താലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതൊരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. സോയ സോസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ചിക്കനിലോട്ടുള്ള മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഉരുട്ടി വെച്ചത് 1 മണിക്കൂറിന് ശേഷം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ ഒരു 176 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള എഗ്ഗ് ഇതിനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ബ്രഷ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ലെയർ മാത്രം ചെയ്താൽ മതി. കാരണം കൂടുതലായിട്ട് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ അത് പെട്ടെന്ന് ബ്രൗൺ കളറാവും. നമ്മൾ ഈ എഗ്ഗ് വാഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ബ്രൗൺ കളറായി പോകാൻ ചാൻസ് ഉണ്ട്. ബർഗർ ബൺസിൻ്റെ ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ള് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇനി നമുക്കിതിനെ 20 മിനിറ്റ് 176 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ബൺ ബേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ബർഗർ ഫില്ലിങ്ങും ക്രിസ്പി ചിക്കനെല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ടൊമാറ്റോ എടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. ടൊമാറ്റോ അരിയുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ആ ഒരു പൾപ്പ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഇടയിൽ വെക്കുമ്പോഴേക്കും ആ ബ്രെഡ് അല്ലെങ്കിൽ ബൺ ഭയങ്കര സോഫ്റ്റായി പോകും. അപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു ക്രഞ്ച് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതുപോലെ അതിൻ്റെ ഫ്ലഷ് എല്ലാം മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് ക്രിസ്പി ചിക്കൻ്റെ കാര്യം നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പം ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർക്കുക. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയിലിട്ടിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നന്നായിട്ട് കോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ ആ ഒരു മാരിനേഷൻ പേസ്റ്റ് ഒന്ന് ഈ പീസിൽ ഒന്ന് പിടിപ്പിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഈ ഒരു പൊടിയിലിട്ട് ഒരു പ്രാവശ്യം കൂടെ കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തിട്ട് എക്സസ് പൊടി ഡസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. പാനിലിപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിന്ന് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം ഓരോ ചിക്കൻ കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആവണ വരെ മറിച്ചും തിരിച്ചുവിട്ട് വറുത്തെടുക്കുക. കൃത്യം 20 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മളുടെ ബർഗർ ബൺസ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനാക്കി വെക്കണം. ഈ ബണ്ണ് വളരെ സോഫ്റ്റുമാണ്. കടയിൽ നിന്നും വാങ്ങിക്കുന്ന ബർഗർ ബൺസിൻ്റെ അതേ തിളക്കവും ഈ ബണ്ണുകൾക്ക് ഉണ്ട്. ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബർഗർ സോസ് റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് മയണീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ടൊരു ചെറിയ ടീസ്പൂൺ മസ്റ്റേർഡ് സോസും എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബർഗർ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബർഗർ ബണ്ണിനെ 2ആക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിനെ ബേക്ക് ചെയ്തതിന് ശേഷം ബേക്കിംഗ് ട്രേയിൽ തന്നെ പുറത്തൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമാണ് ഇതുപോലെ മുറിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് എനിക്ക് മുറിക്കാൻ പറ്റുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബർഗർ ബണ്ണാണിത്.
ഒരു തവയിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബർഗർ ബൺസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്പി ചിക്കൻ തവയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ ക്രിസ്പി ചിക്കൻ്റെ മുകളിൽ ഓരോ സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ക്രിസ്പി ചിക്കൻ വെച്ച് കൊടുത്തിട്ടുള്ളതും. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയിട്ട്, ഒരുപാട് ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല, അത് കരിഞ്ഞു പോകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റായി കിട്ടണം, അത്രേ ഉള്ളൂ. നേരത്തെ ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബർഗർ ബണ്ണിൻ്റെ ഒരു ഭാഗത്ത് ആവശ്യമനുസരിച്ച് സോസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഒരു ലെറ്റസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്പി ചിക്കൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഹാലപ്പീനോസും ചേർത്ത് കൊടുക്കുക. ഇതൊരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, കയ്യിലില്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഹാലപ്പീനോന് ഒരു ചെറിയൊരു എരിവും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ബർഗറിൻ്റെ കൂടെ ഹാലപ്പീനോസ് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു സ്ലൈസ് ടൊമാറ്റോ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബർഗർ ബണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ആവശ്യത്തിന് സോസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ മൂടി വയ്ക്കാം. അങ്ങനെ ക്രിസ്പി ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒറിജിനൽ കടയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം, നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ലതാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേലും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ, എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തിന് ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.